يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين. قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. حمدا كثيرا طيبا مباركا فيه. نحمدك يا من أوضحت لنا سبل الهداية وأسعت عن بصائرنا وشاوت الغوايا، ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അഹ്സാബിൻ്റെ പഠന പരമ്പരയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗത്ത് നമ്മൾ വിശദീകരിച്ച ഭാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഉമ്മത്തിന് അവസാന പ്രവാചകനാണെന്നും സാക്ഷിയായും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും താക്കീതുകാരനായുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്നും സമുദായത്തിൻ്റെ സ്ഥിതിഗതികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചതിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ സാക്ഷ്യം വഹിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന ഷാഹിദായിട്ടുള്ള, അതുപോലെ അള്ളാഹു സജ്ജനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകാനിരിക്കുന്ന പുണ്യ പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്ന മുബശ്ശിറായിട്ടുള്ള, അങ്ങനെ തുടങ്ങി ദുർജനങ്ങളായി ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന നദീറായി അള്ളാഹുവിൻ്റെ ഉത്തരവും കൽപ്പനയും അനുമതിയും അനുസരിച്ച് അള്ളാഹുവിലേക്ക് തൗഹീദിൻ്റെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദാഇയൻ ഇലല്ലാഹ്, ദാഇയായി അജ്ഞതയും അസത്യവും ദുരാചാരവും നിറഞ്ഞു മൂടിയ ഇരുണ്ടുകൂടി അന്ധകാരത്തിൽ ആണ്ടുകൂടിയ ഒരു സമൂഹത്തെ ലോകത്തിൻ്റെ സത്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ശാന്തിയുടെ സദാചാരത്തിൻ്റെ വെളിച്ചം നൽകുന്നതിനു വേണ്ടി ഈ ലോകത്ത് ഒരു പ്രകാശമായി, ഒരു പ്രകാശഗോപുരമായി, ഒരു വിളക്കായി നിന്ന സിറാജൻ മുനീറ എന്ന നിലക്കുമൊക്കെ അള്ളാഹു വിശദീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഇത്തരം കാര്യങ്ങളുടെ വിശദീകരണ ഭാഗങ്ങളിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 49 മുതലുള്ള സൂറത്തുൽ അഹ്സാബിൻ്റെ 49 മുതലുള്ള
വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. പ്രസ്തുത ആയത്താണ് മുകളിൽ നമ്മൾ ഓതി കേട്ടിട്ടുള്ളത്. 49-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചിട്ടുള്ളവരെ, ഇദാ നകഹ്തും, നിങ്ങൾ വിവാഹം കഴിച്ചാൽ, അൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ ആളുകളെ, സുമ്മ തല്ലഖ്തുമൂഹുന്ന, പിന്നീട് നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്തു, മിൻ ഖബിൽ, മുമ്പായി, അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി, ഫമാലക്കും, എന്നാൽ നിങ്ങൾക്കില്ല, നിങ്ങളോടില്ല, അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതയില്ല, മിൻ ഇദ്ദത്തിൻ, യാതൊരു ഇദ്ദയും, തഹ്തദ്ദൂനഹ, നിങ്ങൾ എണ്ണിക്കണക്കാക്കി വരുന്ന, ഫമത്തിഊഹുന്ന, എന്നാൽ അവർക്ക് നിങ്ങൾ മുത്അത്ത് നൽകണം, വസർരിഹൂഹുന്ന, നിങ്ങൾ അവരെ പിരിച്ചുവിടുകയും വേണം, സറാഹൻ, ഒരു പിരിക്കൽ, ജമീല, ഭംഗിയായ അഥവാ നല്ലതായ ഒരു പിരിച്ചുവിടൽ ഉണ്ടാവുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ വമത്തിയൂഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീല. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും പിന്നീട് അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ നിങ്ങൾ വിവാഹമോചനം അഥവാ ത്വലാഖ് ചെയ്യുകയും ചെയ്യുന്നതായാൽ, നിങ്ങൾ എണ്ണിക്കണക്കാക്കേണ്ടിയിരുന്ന യാതൊരു ഇദ്ദയും നിങ്ങളോട് അവർക്ക് ബാധ്യതയില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് മുത്അത്ത്, വിവാഹമോചന വിഭവം നൽകുകയും അവരെ ഭംഗിയായി പിരിച്ചയക്കുകയും ചെയ്യണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഇതുവരെയുള്ള പറഞ്ഞിരുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി ചില സുപ്രധാനമായ വൈവാഹിക നിയമങ്ങളാണ്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സാധാരണ മനുഷ്യരിൽ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എത്ര മനോഹരവും വളരെ മാന്യവുമായ ശൈലിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രസ്തുത വചനത്തിലൂടെ, ഈ ഖുർആന്റെ ആയത്തിലൂടെ നമ്മളെ ഈ ഭാഗം വിശദീകരിച്ച് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, വിവാഹം കഴിച്ച ശേഷം ഒരു മനുഷ്യൻ അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായി വിവാഹമോചനം നൽകേണ്ടി വന്നാലുള്ള ചില നിയമങ്ങളാണ് ഇതിലൂടെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. ഖുർആനിൻ്റെ മാന്യമായ ഭാഷാശൈലി, അവിടെ ലൈംഗിക ബന്ധത്തെ സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിക്കുന്നത് വളരെ മാന്യമായ പദപ്രയോഗങ്ങളാണ്, അഥവാ സ്പർശിക്കുന്നതിന് മുമ്പായി എന്നാണ്. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന സമാനമായ അർത്ഥം നമുക്കറിയാം. അപ്പോൾ അതുമായി അവിടെ അമാനു മൗലവി കൊടുക്കുന്ന ചില പദങ്ങളുണ്ട്. മുലാമസ എന്ന് പറഞ്ഞാൽ തൊടുക, സ്പർശിക്കുക എന്നാണ് അർത്ഥം. ഖുർബാൻ, സമീപിക്കുക, അടുത്തു ചെല്ലുക എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. ഇത്തിയാൻ, വരിക, അടുക്കൽ ചെല്ലുക. തഖ്ശ എന്ന് പറഞ്ഞാൽ മൂടുക, പൊതിയുക. നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക. ഇതൊക്കെയാണ് ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്നാണ്. രണ്ടാമത്തത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹമോചനം കൊണ്ടോ ഭർത്താവിൻ്റെ മരണം കൊണ്ടോ ഒക്കെ വിവാഹബന്ധം ഏർപ്പെടുന്ന ശേഷം ഒരു സ്ത്രീ മറ്റൊരു വിവാഹം കഴിക്കാതെ നിർബന്ധമായും കാത്തിരിക്കേണ്ട ഒരു കാലയളവിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇദ്ദയുടെ പ്രധാന ഉദ്ദേശം മുൻ വിവാഹത്തിൽ ഗർഭിണിയാണോ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതുണ്ട്. കാരണം പിതൃബന്ധത്തിൽ കലർപ്പോ സംശയമോ ഉണ്ടാകുന്നതിന് ഇസ്ലാമിക ദൃഷ്ടിയ വലിയ അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു നിയമം അള്ളാഹു അവിടെ പഠിപ്പിക്കുകയാണ്. വിവിധ തരം ഇദ്ദകളുണ്ട്. ഇപ്പോൾ ആർത്തവം എത്താത്ത അളവും അതുപോലെ തന്നെ കഴിഞ്ഞ അളവും ഒക്കെ ഉണ്ട്. ഋതുകാലം എന്ന് പറയും, 3 മാസമാണ്. ഋതുമതികൾ 3 ഋതുക്കാലം. ഗർഭിണികൾ പ്രസവം വരെ. ഭർത്താവ് മരണപ്പെട്ടവളാണെങ്കിൽ 4 മാസവും 10 ദിവസവും. ഇതൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിവാഹമോചനമെങ്കിൽ സ്ത്രീക്ക് ഇദ്ദ ആചരിക്കേണ്ട ആവശ്യമില്ല. മാലക്കും അലൈഹിന്ന, നിങ്ങളോട് അവർക്ക് ബാധ്യതയില്ല. ഇദ്ദത്തൻ തഅതദ്ദൂനഹ,
നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇദ്ദ എന്നീ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് ഇദ്ദ എന്നത് പുരുഷന്റെ വംശപരമ്പര സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് നൽകപ്പെട്ട ഒരു കടമയാണെന്നും അത് കൃത്യമായി എണ്ണിക്കണക്കാക്കേണ്ടതുണ്ടെന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അള്ളാഹു അവിടെ പറയുന്നത് മുതഅത്താണ്. ഇതൊരു ആശ്വാസധനം എന്ന് പറയാം. വിവാഹമോചനം കാരണം ഭാര്യയ്ക്കുണ്ടാകുന്ന മാനസിക വിഷമത്തിന് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഭർത്താവ് അവൾക്ക് നൽകേണ്ട വിവാഹത്തിന് ശേഷം ആ സംഭവം ഉണ്ടാകുമ്പോൾ നൽകുന്ന വിഭവത്തിനാണ് മുതഅത്ത് എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ ഒരു അളവില്ല. ഭർത്താവ് സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇത് നൽകുക എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയുടെ 236 ആയത്ത് വമത്തിയോ ഉന്നാൽ എന്ന് തുടങ്ങുന്ന വചനമുണ്ട്. അവർക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് നിങ്ങൾ മുതഅത്ത് കൊടുക്കുകയും വേണം. കഴിവുള്ളവന് അവൻ്റെ സാധ്യത അനുസരിച്ചും ഞെരുക്കമുള്ളവന് അവൻ്റെ കഴിവനുസരിച്ചും ബാധ്യതയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് വിവാഹമോചനത്തിൽ ആ നിശ്ചയിക്കപ്പെട്ട മഹറിൻ്റെ പകുതി നൽകണം. അപ്പോൾ മുതഅത്ത് നിർബന്ധമില്ല. എന്നാൽ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് നിർബന്ധമായും മുതഅത്ത് നൽകി സന്തോഷിപ്പിക്കണം എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൗന്ദര്യപൂർണമായ വിടവാങ്ങലാണ്. സറാഹൻ ജമീല. അവരെ നിങ്ങൾ ഭംഗിയായി വിവാഹമോചനം നിലയിൽ പിരിച്ചുവിടണം. ശത്രുതയുടെയോ പ്രതികാരത്തിൻ്റെയോ ഒരു രീതിയാകരുത്. ഭാര്യയുടെ മാനത്തിനോ സ്വത്തിനോ അവകാശത്തിനോ യാതൊരു അനീതിയും കാണിക്കാതെ വളരെ മാന്യമായി വേണം പിരിയാൻ. ഖുർആന്റെ അടിസ്ഥാന പെരുമാറ്റ ചട്ടമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇംസാക്കും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. സദാചാര മര്യാദയോടുകൂടി നിങ്ങളത് നിർവഹിക്കുക എന്നതാണ്. അത് ഗുണകരമായ നിലക്ക് പിരിച്ചയക്കുക എന്നതാണ്. ഇതൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആയത്തിൻ്റെ പശ്ചാത്തലം ചോദിക്കും. അത് ശാരീരിക ബന്ധത്തിന് മുമ്പ് വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ നിയമങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇദ്ദയെ സംബന്ധിച്ചാണ്. സ്പർശനത്തിന് മുമ്പ് വിവാഹമോചനം നടന്നാൽ സ്ത്രീക്ക് ഇദ്ദ കാത്തിരിപ്പ് കാലം ഇല്ല എന്നുള്ളതും ഇനി ഗർഭമുണ്ടോ എന്നറിയാൻ പിതൃത്വം ഉറപ്പിക്കുവാനുമാണ് ഇദ്ദ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. മുതഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചിതരാകുന്ന സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ കഴിവനുസരിച്ച് നൽകുന്ന ആശ്വാസധനത്തിന് സമ്മാനത്തിനാണ്. മഹർ നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഇത് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാന്യമായി പിരിയൽ ഇംസാക്കും മഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. മാന്യമായി കൂടെ നിർത്തുക അല്ലെങ്കിൽ മാന്യമായി പിരിച്ചയക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ വിവാഹമോചന മര്യാദ. അനീതിയോ അവിടെ അവകാശ ലംഘനമോ പാടില്ല എന്നതാണ് പ്രധാനമായും ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അടുത്ത വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യാ അയ്യുഹൻ നബിയു തുടങ്ങുന്ന അല്പം ദീർഘമായ ഒരു വചനമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പഠിപ്പിക്കുന്നത്. എന്താണ് ആയത്തിൽ അല്ലാഹു പറയുന്നത്? യാ അയ്യുഹൻ നബിയു, ഏ നബിയെ, ഇന്ന അഹ്ലൽന, നാം അനുവദിച്ചു തന്നിരിക്കുന്നു, ഹലാലാക്കിയിട്ടുണ്ട്, ലക്ക നിനക്ക്, അസ്വാജക നിന്റെ ഭാര്യമാരെ, അല്ലാത്തി ആത്തൈത്ത നീ കൊടുത്തിട്ടുള്ളവരായ, ഉജൂറഹുന്ന അവരുടെ പ്രതിഫലങ്ങളെ, ഒമാ മലക്കത്ത് ഉടമയാക്കിയതും അധീനമാക്കിയതും, യമീനുക്ക നിന്റെ വലങ്കൈ, മിമ്മ യാതൊന്നിൽ നിന്ന്, അഫാ അള്ളാഹു ഫൈ ആക്കി തന്ന യുദ്ധത്തിൽ കൈവശപ്പെടുത്തി തന്ന, അലൈക്ക നിനക്ക്, ഒബനാത്തി അമ്മിക്ക നിന്റെ പിതൃവിൻ്റെ പുത്രികളെയും, ഒബനാത്തി അമ്മാത്തിക്ക നിന്റെ അമ്മായിമാരുടെ പുത്രികളെയും, ഒബനാത്തി ഹാലിക്ക നിന്റെ അമ്മാവൻ്റെ പുത്രികളെയും, ഒബനാത്തി ഹാലാത്തിക്ക നിന്റെ ഇളയമ്മ മൂത്തമ്മയുടെ പുത്രികളെയും, അല്ലാത്തി ഹാജർന ഹിജ്റ വന്നവരായ, മഅക നിന്റെ ഒന്നിച്ച്, വംറഅത്തിൻ മുഅ്മിനത്തൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളെയും, ഇൻ വഹബ്ത അവൾ ദാനം നൽകിയാൽ, നഫ്സഹ അവളുടെ ദേഹം, അവളെ തന്നെ, ലിൻ നബി നബിക്ക്, ഇൻ അറാദൻ നബിയു നബി ഉദ്ദേശിച്ചാൽ, അയ്യസ്തൻകിഹ അവളെ വിവാഹം ചെയ്തെടുക്കുവാൻ, ഖാലിസത്തൻ ലക നിനക്ക് മാത്രമുള്ളതായിട്ട്, മിൻദൂനിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കല്ലാതെ കൂടാതെ, ഖദ് അലിംന നിശ്ചയമായും അറിഞ്ഞിട്ടുണ്ട്, മാ ഫറളിന നാം നിയമിക്കേണ്ടത്, അലൈഹിം അവരുടെ മേൽ, ഫി അസ്വാജിഹിം അവരുടെ ഭാര്യമാരിൽ, ഒമാ മലക്കത്ത് ഉടമയാക്കിയതിലും, ഐമാനുഹും അവരുടെ വലങ്കൈകൾ, ലിക്കൈല യകൂന
ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അലൈക്ക നിനക്ക് നിന്റെ മേൽ ഖറജുൻ ഒരു വിഷമവും ഒരു ഇടുക്കവും വകാന അല്ലാഹു ആക്കുന്നു ഗഫൂറൻ വളരെ പൊറുക്കുന്നവൻ കരുണാനിധി റഹീമ കരുണാനിധി. ഇതാണ് അള്ളാഹു ഈ വചനത്തിൻ്റെ അർത്ഥമായി കൊടുത്തിട്ടുള്ളത്. പ്രസ്തുത ആയത്തിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹേ നബിയെ, നീ പ്രതിഫലങ്ങൾ വിവാഹമൂല്യങ്ങൾ കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നാം നിനക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് ആക്കി യുദ്ധത്തിൽ കൈവശം വരുത്തി തന്നവരിൽ നിന്നും നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ളതും അടിമ സ്ത്രീകളെയും നിന്റെ ഒന്നിച്ചു രാജ്യം ത്യജിച്ച് ഹിജറ പോയുന്നവരായ നിന്റെ പിതൃപുത്രിമാരെയും അമ്മായികളുടെ പുത്രികളെയും നിന്റെ അമ്മാവന്റെ പുത്രികളെയും നിന്റെ ഇളയമ്മ മൂത്തമ്മമാരുടെ പുത്രികളെയും സത്യവിശ്വാസിനികളായ ഒരു സ്ത്രീ അവളുടെ സ്വന്തം ദേഹം നബിക്ക് ദാനം നൽകിയെങ്കിൽ നബി അവളെ വിവാഹം ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം സത്യവിശ്വാസികൾക്കില്ലാതെ നിനക്ക് മാത്രമായിട്ടുള്ളതെന്ന നിലക്ക് അവളെയും അനുവദിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്കറിയാം, അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയതിൻ്റെ അടിമകളുടെയും കാര്യത്തിൽ അവരുടെ മേൽ നാം നിയമിച്ചിരിക്കുന്നത് എന്താണെന്ന്. നിന്റെ മേൽ യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാകുന്നു ഇതെല്ലാം നിനക്ക് അനുവദിച്ചത്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള ഖുർആനിക മാനദണ്ഡങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. ഹമാനി മൗലവിയുടെ പരിഭാഷ അത് വളരെ കൃത്യമായി നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ കഴിയും. പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ അതിൽ നിന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അള്ളാഹു പ്രവാചകന് അനുവദനീയമായ 4 വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറയുന്നത്. ഒന്ന്, നബിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകൾ, ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹർ നൽകി വിവാഹം കഴിച്ചിട്ടുള്ള നിലവിലുള്ള ഭാര്യമാർ. അടിമ സ്ത്രീകൾ, വലങ്കൈ ഉടമപ്പെടുത്തിയവർ, യുദ്ധത്തിലൂടെ ലഭിച്ചവരോ അല്ലെങ്കിൽ സമ്മാനമായി ലഭിച്ചവരോ ആയ അടിമ സ്ത്രീകൾ. ഉദാഹരണത്തിന് ഈജിപ്തിലെ മുഖവ്ഖീസ് ഭരണാധികാരി സമ്മാനമായി അയച്ച മാരിയ റളിയല്ലാഹു അൻഹ ഈ വിഭാഗത്തിൽപ്പെട്ടാണ്. അങ്ങനെ സമ്മാനമായി കിട്ടിയ ആ ഭാര്യയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഭാര്യയിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഒരു മകനാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ. ആ ഭാര്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായതാണെന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈജിപ്തിലെ മുഖവ്ഖീസ് ഭരണാധികാരി സമ്മാനിച്ചതായിരുന്നു അത്. ഇതുപോലെ തന്നെ ബന്ധുക്കൾ, പിതൃവ്യൻ, അമ്മാവൻ, മാതൃ സഹോദരൻ, അമ്മായിയമ്മമാർ, ഇളയമ്മമാർ എന്നിവർ, പുത്രിമാർ എന്നിവരുടെയൊക്കെ മക്കൾ, ഇവർ നബിയോടൊപ്പം മദീനയിലേക്ക് ഹിജറ പോരുന്നവരായിരിക്കണം എന്ന നിലക്കാണ് അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 വിഭാഗം സ്ത്രീകൾ സാധാരണ സത്യവിശ്വാസികൾക്കും അനുവദനീയമാണ്. എന്നാൽ സമ്മാനമായി നൽകപ്പെടുന്നവർ ഒരു സത്യവിശ്വാസിനി തൻ്റെ ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദാനം ചെയ്യുകയും നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അതും അനുവദനീയമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായതാണ്. ഖാലിസത്തൻ ലക്ക എന്ന് പറഞ്ഞതാണ്. ഈ മുകളിൽ പറഞ്ഞ നമ്മൾ വിശദീകരിച്ച 4 വിഭാഗം സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം നബിക്ക് മാത്രമായി പ്രത്യേകതയായി ഇവിടെ മറ്റ് സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു വിവാഹ രീതി മഹർ ഇല്ലാതെ സ്വന്തം ദേഹം ദാനം ചെയ്തത് അനുവദനീയമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ സ്വന്തം ദേഹത്തേക്കാൾ ബന്ധപ്പെട്ടവനാണ്. സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്തുണ്ട്. നമ്മളത് മുന്നേ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. ഒരു സ്ത്രീ തൻ്റെ അസ്തിത്വത്തെ പ്രവാചകന്റെ പത്നിയാക്കാൻ സമർപ്പിക്കുന്നത് അവളുടെ അഗാധമായ വിശ്വാസത്തെയും ത്യാഗമനോഭാവത്തെയും കാണിക്കുകയാണ്. ഈ നിയമം നബിക്ക് യാതൊരു വിഷമവും, ഹറജ് എന്ന് പറഞ്ഞതാണ്, ഉണ്ടാകാതിരിക്കാൻ അള്ളാഹു ചെയ്ത പ്രത്യേക വിട്ടുവീഴ്ചയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. മഹറിൻ്റെ കാര്യത്തിൽ നബിയുടെ ഭാര്യമാർക്ക് വ്യത്യസ്ത അളവിലുള്ള മഹറുകളാണ് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് നോക്കിയാൽ ചിലർക്ക് 12.5 ഓക്കിയ വെള്ളി കൊടുത്തത്. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് ഇപ്പം വിവാഹം നടന്നത് 400 ദീനാർ കൊടുത്തതായിട്ടും, സഫിയ റളിയല്ലാഹു അൻഹയ്ക്കും ജുവൈരിയ റളിയല്ലാഹു അൻഹയ്ക്കും സ്വാതന്ത്ര്യമാണ് മഹറായി നൽകിയതെന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജ്റയുടെ പ്രാധാന്യം നമുക്ക് പഠിക്കാനുണ്ട്. ബന്ധുക്കളുടെ പുത്രിമാരെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഹിജ്റ പോകുന്നവർ എന്ന് എടുത്തു പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചവർക്ക് മുൻഗണന നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അക്കാലത്തെ ഇസ്ലാമിക സമൂഹത്തിൽ അതിജീവനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്.
ദാനമായി നൽകിയവർ. സ്വന്തം ദേഹം ദാനം ചെയ്ത ചില മഹദികൾ ഉണ്ടായിരുന്നു. ഉദാഹരണം ഖൗല റളിയല്ലാഹു അൻഹ. അവരിൽ പലരുമായി പ്രവാചകൻ ശാരീരിക ബന്ധത്തിലായിരുന്നില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുള്ള 4 വിഭാഗം സ്ത്രീകളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഭാര്യമാർ, അടിമ സ്ത്രീകൾ, ഹിജ്റ പോകുന്ന ബന്ധു സ്ത്രീകൾ, മഹറല്ലാത്ത സ്വന്തം ദാനം ചെയ്യുന്നവർ. സവിശേഷത എന്ന് പറഞ്ഞാൽ 4ാമത്തെ വിഭാഗത്തെ വിവാഹം കഴിക്കുന്നത് നബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഖാലിസത്തുൽ ലക എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സാധാരണ മുസ്ലിമിന് ഇത് ബാധകമല്ല. അതുപോലെ ഇദ്ദയും മഹറും സാധാരണക്കാർക്ക് 4ൽ കൂടുതൽ ഭാര്യമാർ പാടില്ല, മഹർ നിർബന്ധമാണ് തുടങ്ങിയ ഇസ്ലാമിക നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും ബാധകമാണ്. എന്നാൽ ഈ പ്രത്യേക അനുവദിക്കപ്പെട്ട കാര്യത്തിലൊഴികെ വിഷമമില്ലാതിരിക്കാൻ ലിക്കൈല യകൂന അലൈക ഹറജുൻ എന്ന് പറഞ്ഞതുകൊണ്ട് നബിയുടെ സ്ഥാനപദവി മുൻനിർത്തിയാണ് ഇത്തരം നിയമങ്ങൾ അള്ളാഹു പ്രത്യേക സൗകര്യങ്ങൾ നബിക്ക് മാത്രമായി നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം. അറേബ്യയിലെ സമൂഹത്തിലെ വലിയൊരു മാറ്റത്തിനും ദീനിൻ്റെ പ്രബോധനത്തിനും പല ഗോത്രങ്ങളെയും ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടിയായിരുന്നു എന്ന് ഈ സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.